എല്ലാവർക്കും മിസ്റ്റർ ഷൈനിലേക്ക് സ്വാഗതം. ഇപ്പോൾ മലയാളക്കരയിലെ മാർക്കോ തരംഗമാണ്. ഒരു ഇന്ത്യയിൽ തന്നെ ഏറ്റവും വയലൻസ് ഉള്ള ഒരു സിനിമയായിട്ട് മാർക്കോ മാറിയിരിക്കുന്നു. ഇതിനു മുമ്പ് അനിമൽ കില്ലൊക്കെ വന്നെങ്കിൽ പോലും ഇതിനേക്കാളും കൂടുതൽ ഒരു വയലൻസ് നേച്ചറുള്ള സിനിമയാണ് മാർക്കോ. മാർക്കോ സിനിമ കാണാൻ പോയതിനു ശേഷം മാർക്കോയിൽ ഫാമിലി സെന്റിമെന്റ്സ് ഇല്ല, കഥ ശരിയല്ല, ഇതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. മാർക്കോ എന്ന് പറയുന്ന സിനിമ എന്ത് ജോണറാണോ അതിനോട് അത്രത്തോളം നീതി പുലർത്തി, ഇത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മാർക്കോ സിനിമ ആ ജോണറിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ട്. ഒരു ഇന്റർവ്യൂ വരെയൊക്കെ നമുക്ക് സിനിമ ഇത്രയൊക്കെ ഉള്ളോ വയലൻസ് എന്നുള്ള ചിന്താഗതി വരുമെങ്കിൽ ലാസ്റ്റ് 20 മിനിറ്റ്സ് അത് ഗംഭീരമായിട്ടുള്ള വയലൻസ് ആണ്. അപ്പൊ ഫാമിലി ആയിട്ടൊന്നും പോയി സിനിമ കാണാൻ നിൽക്കരുത്. ഇതുകൂട്ടുള്ള ജോണേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ വയലൻസ് നേച്ചറുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ സിനിമ ഞാൻ സജസ്റ്റ് ചെയ്തുള്ളൂ. ഈ സിനിമയിൽ ഇപ്പോൾ അത് കൊള്ളാം ഇത് കൊള്ളാം എന്ന് പറയാനൊന്നുമില്ല. സിനിമ ടോട്ടാലിറ്റി ഈ ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പടം ഇഷ്ടപ്പെടും. ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ഒരു സ്റ്റാർ പതിയെ പതിയെ ഉദയം പ്രാപിച്ച് ഇപ്പൊ അതിന്റെ പൂർണ്ണതയിലെത്തി എന്ന് പറയും. ഇനി പേര് സ്കെയിലിലേക്ക് ഉണ്ണിമുകുന്ദൻ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇതിലൊരു രസകരമായ വസ്തു എന്നാണെന്നുണ്ടെങ്കിൽ ഈ പടത്തിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ അല്ലെങ്കിൽ മിഖായൽ എന്ന് പറയുന്ന സിനിമയിലെ നായകൻ നിവിൻ പോളിയാണ്. അതിൽ വില്ലനായിട്ട് വന്നിട്ടുള്ള ഉണ്ണിമുകുന്ദന്റെ ക്യാരക്ടർ വെച്ചുകൊണ്ട് രണ്ടാമതൊരു പടം വരുന്നു. മിഖായൽ കാണുന്നത് നമുക്കറിയാം. ആ സമയത്ത് നിവിൻ പോളി ഭയങ്കരമായിട്ട് തടി വെച്ചിട്ട് ഒരിക്കലും ഒരു ഹീറോയ്ക്കുള്ള ഒരു അപ്പിയറൻസ് ഇല്ലാത്തൊരു അവസരം എത്തി, അന്ന് വയറൊക്കെ ചാടിയിട്ട്. ഉണ്ണിമുകുന്ദന്റെ ക്യാരക്ടറായിട്ട് ഫൈറ്റ് സീക്വൻസ് ഒക്കെ വരുമ്പോൾ നിവിൻ പോളിയുടെ ഒരു പോരായ്മകളൊക്കെ നമുക്കവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. കാരണം ഒരു ഫിസിക്കലി ഒന്നും ഒരു സ്റ്റണ്ട് ചെയ്യാൻ ഒരു സ്റ്റാമിന ഇല്ലാത്തവരായിരുന്നു നിവിൻ പോളി ആ സിനിമയിൽ അഭിനയിച്ചത്. പക്ഷെ ഈ ഉണ്ണിമുകുന്ദൻ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊരു വില്ലനായിരുന്നു ഈ പറയുന്ന മിഖായിൽ. നമ്മൾ സിനിമയിൽ എത്തിപ്പെടുക, സിനിമയിൽ നല്ല നല്ല സിനിമകൾ ചെയ്യുക, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുക. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നിലനിൽക്കുന്ന കുറെ കാര്യങ്ങൾ ത്യാഗം ചെയ്യേണ്ട അവസ്ഥയാണ്. ഒരു ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം നിവിൻ പോളിക്ക് ഇല്ലാണ്ടായി പോയി. ഈ പിൽക്കാലത്ത് പിന്നെ പുള്ളിയുടെ വന്ന സിനിമകൾ, പുള്ളിയുടെ ഫാറ്റ് മുതലായ കാര്യങ്ങളൊക്കെ ഒരു നായക സങ്കല്പത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടും. പുള്ളി ഒരു രീതിയിൽ ഒരു ഡെഡിക്കേഷൻ നൽകുന്നില്ല. നമ്മൾ എത്തിപ്പെട്ടത് വലിയൊരു ഉയരത്തിലാണെന്നും ഇതിലെത്തിപ്പെടാൻ വേണ്ടി ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ടെന്നും അതൊന്നും മനസ്സിലാക്കാണ്ട് വളരെ ഇങ്ങനെ ജാളിയായിട്ട് പുള്ളി ലൈഫ് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞ വ്യക്തി താൻ വന്ന വഴികൾ ഭയങ്കര ദുർഘടമുള്ള വഴികളാണ്. തന്നൊരു ഇടത്തിലേക്ക് വേണ്ടി നമ്മൾ ലക്ഷ്യം വെച്ച് വരുവാണ്. അപ്പോൾ ഒരുപാട് ഡെഡിക്കേഷൻസും ഒരുപാട് ത്യാഗങ്ങളും ആവശ്യമുള്ള ഒരു മേഖലയാണ്. അപ്പൊ അത് ഞാൻ ഫോളോ ചെയ്ത് വെൽ പ്ലാനോട് കൂടിയിട്ട് മാത്രമേ താൻ മുന്നോട്ട് പോകുന്നു. ഉറച്ച വിശ്വാസത്തിൽ നിന്നാണ് പുള്ളിയുടെ യാത്രകളെല്ലാം. അത് ഈ മാർക്കോയിലേക്ക് എത്തി നിൽക്കുമ്പോൾ 100% പൂർണ്ണതയിലേക്ക് എത്തി എന്ന് വേണമെങ്കിൽ പറയാം. മാർക്കോ എന്ന് പറഞ്ഞ സിനിമയെ നമ്മൾ ഒരുപാട് വലിച്ചു കീറി സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ജോണറുകൾ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും തിയേറ്ററിൽ പോയി കാണുക. പ്രത്യേകിച്ച് ഫാമിലിയെ തിയേറ്ററിൽ കൊണ്ടുപോകാതിരിക്കുക. ഇത്രയും പറയാം. കാരണം വെച്ചാൽ ഇത്രത്തോളം വയലൻസ് ഒരു പക്ഷേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും. ആ വയലൻസ് ഇഷ്ടമുള്ളവർ മാത്രം പോയി സിനിമ കാണുക. സിനിമ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം. ബാക്കി നിങ്ങൾ സിനിമ കണ്ട് തീരുമാനിക്കുക. എനിക്ക് സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പുള്ള ടാഗ് ലൈൻ അങ്ങനെ തന്നെയാണ്, മോസ്റ്റ് വയലൻസ് ആയിട്ടുള്ള സിനിമയാണെന്നുള്ളത്. അത് ഓൾറെഡി ഇത് ഇറങ്ങുന്ന മുമ്പ് നമുക്കറിയാം. അപ്പൊ നമ്മുടെ മൈൻഡിൽ ആ വയലൻസ് പ്രതീക്ഷിച്ച് തന്നെയാണ് സിനിമ കാണാൻ പോയത്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ തന്നെ സിനിമ നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ജോണർ ഞാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ ഈ സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ഒരു താരോദയം നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. ഇനി ഉണ്ണിമുകുന്ദന്റെ കരിയോഗ്രാഫ് വേറെ ലെവലിലേക്ക് പോകും. പുള്ളിക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. പുള്ളിക്ക് ചില മേഖലകളിൽ നല്ല പൊട്ടൻഷ്യൽ, അത് നമ്മൾ നാട്ടിൽ യൂസ് ചെയ്യുന്ന പ്രശാന്ത് നീലിനെ പോലെ അല്ലെങ്കിൽ വലിയ വലിയ ഡയറക്ടേഴ്സ് ഒക്കെ പുള്ളിയെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഒരു ബിഗ്ഗസ്റ്റ് സ്റ്റാർ ആയിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അപ്പൊ സിനിമ കാണാത്തത് തീർച്ചയായിട്ടും സിനിമയിൽ പോയി കാണും. അപ്പൊ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വന്നവർ ബൈ.